എനിക്ക് എന്തുവാ കെട്ട് വേണം. കെട്ടെടുത്തോണ്ട് ആളെടുത്തിട്ട് കെട്ടെടുത്തിട്ട് വരാം ഇപ്പം എടുത്തിട്ട് വരാ പൂപ്പ എടുത്തിട്ട് വരാ പൂപ്പ എന്നെ വിളിച്ചു വരുത്തുമ്പോ കെട്ട് വേണമായിരുന്നു അല്ലേ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോരും കൊച്ചു ആളല്ലേ ഇത് ഇപ്പം ഇതല്ല ഇതാ മുണ്ടാന പൂപ്പൻ സാബു കാണിക്കണായിരുന്നു. പക്ഷെ അവൻ ചെയ്യണ പക്ഷെ അവനാണ് വൃത്തിയാക്കി ഇടേണ്ടത്. അല്ല അവൻ ഇവിടെ ഇല്ലല്ലോ. അവനിവിടെ ഇല്ല. അപ്പൊ അത് മുണ്ടനപ്പൂവിനോട് മാറിയല്ലോ. നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ? അതൊക്കെ ചെയ്ത് പോട്ടെ. അതൊക്കെ ജനങ്ങൾക്ക് പട്ടിണി കിടന്ന സമയത്തല്ലേ കള്ളനായത്. റേഷൻ കടയെല്ലാം കുത്തിപ്പറഞ്ഞ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എല്ലാം പാവം കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നും വായിച്ചിട്ടില്ല. ഒരു രസമുള്ള കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം. കൊച്ചു പിള്ളേരുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം. മുണ്ടാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുണ്ടാനപ്പൂവൻ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയെ കടത്തി വിടുന്ന ഭയങ്കര കള്ളനായിരുന്നു. എന്തു സാധനം അടിച്ചു മാറ്റും. അങ്ങനെ അടിച്ചു മാറ്റിയ സാധനങ്ങളെല്ലാം കൂടി പാവങ്ങൾക്ക് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സുപ്രഭാതം നമ്മുടെ മുണ്ടാനപ്പൂവിനെ നാട്ടുകാരെല്ലാം കൂടി തല്ലി കൊന്നേ. അവസാനം ആ തല്ലിക്കൊന്ന് ഇവിടെ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ മുണ്ടാനപ്പൂപ്പൻ ഒരു മനുഷ്യൻ്റെ ദേഹത്തൂടെ വരികയാണ്. സാവുച്ചേട്ടൻ എന്ന് പറയുന്ന ഒരാളിലൂടെയാണ് ഈ മുണ്ടാനപ്പൂപ്പൻ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത്. ആ മുണ്ടാനപ്പൂവിനെ തിരക്കാണ് വന്നിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട് നമ്മുടെ മുണ്ടാനപ്പൂപ്പൻ. പഴയ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആ മുണ്ടാനപ്പൂപ്പൻ അറുകുലയായിട്ട് ദേ ഈ ശരീരത്തിലേക്ക് നിൽപ്പുണ്ട് അല്ലേ? ആ മുണ്ടാനപ്പൂപ്പൻ എൻ്റെ കൺമുന്നിൽ തന്നെ നിൽപ്പുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ തല്ലിക്കൊന്ന മുണ്ടാനപ്പൂവനാണോ? ആണോ? എത്തിക്കഴിഞ്ഞോ? എന്താടാ? ആ കണ്ടോ, ഇതാണ് സംഭവം. മുണ്ടാനപ്പൂവിനെ നിങ്ങൾ നേരിട്ട് കണ്ടോ? എന്താണ് ആൾക്കാർക്ക് വിശ്വാസമില്ല മുണ്ടാനപ്പൂവിനാണ്. തലക്കെട്ടില്ലേ? തലക്കെട്ട് എടുത്തുകൊണ്ട് വാ. അപ്പോൾ ഇനിയാണ് കളി കിടക്കാൻ പോകുന്നത്. കണ്ടോ, ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ടോ? ആ മുഖം തന്നെ മാറിയിരിക്കുവാണ്. ഓ ഭയങ്കര ദേഷ്യം കേട്ടോ. അപ്പോൾ അത്രയും കട്ട ദേഷ്യം. ഇപ്പം എടുത്തിട്ട് മുണ്ടാനപ്പൂപ്പ ഇപ്പം എടുത്തുകൊണ്ട് വരും. ശരിക്കും പറഞ്ഞാൽ അത്രയും ഭീകര രൂപയായിട്ട് മാറിക്കഴിഞ്ഞു. അത്രയും ആ പഴയ മരിച്ചുപോയ മുണ്ടാനപ്പൂവിന് ഇത്രയും ദേഷ്യം കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. എനിക്ക് എന്തുവാ കെട്ട് വേണം. കെട്ടെടുത്തോണ്ട് ആളെടുത്തിട്ട് കെട്ടെടുത്തിട്ട് വരാം ഇപ്പം എടുത്തിട്ട് വരാ പൂപ്പ എന്നെ വിളിച്ചു വരുത്തുമ്പോ കെട്ട് വേണമായിരുന്നു അല്ലേ? എന്നെ വിളിച്ചാൽ എനിക്ക് തലക്കെട്ട് വേണം. എടുത്തിട്ട് വരാ പൂവ. ആ കെട്ടെടുത്തിട്ട് വരണ എത്രയും പെട്ടെന്ന്. നീ എന്ത് നോക്കി അപ്പവും വന്ന് ഇരിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ മൈക്ക് എന്ത് ചെയ്യും? ഞാൻ മൈക്കൊന്ന് കുത്തിക്കോട്ട്. ഇപ്പം ശരിയാക്കി കെട്ടെടുത്തോണ്ട് വരും. മുണ്ടാനപ്പൂവിന് വിളിച്ചു വരുന്ന വല്ല കാര്യം ഉണ്ടായിരുന്നു. അവിടെ കാണാൻ സ്വസ്ഥമായി പരിപാടി. ഇവിടെ ഓരോ പൂജ ചെയ്തോണ്ടിരിക്കുക. അപ്പൂപ്പ ഇവിടെ ഓരോ പൂജ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ ചടങ്ങ് കണ്ട് ഇവിടെ വൃത്തിയാക്കിയില്ല. ഓ എല്ലാം വൃത്തിയാക്കിട്ടെ. ഇപ്പൊ ശരിയാക്കി പോവാ. അത് ഇപ്പൊ ഇവിടുത്തെ പിള്ളേര് സ്ഥലത്തില്ലായിരുന്നു. എന്നെ എന്താ വിളിച്ചു വരുത്തിയേ? അല്ല ഇവിടെ എന്നെ വിളിച്ചു വരുത്തിയ കേസിന് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ദേഷ്യപ്പെടും. എന്നെ വിളിച്ചു വരുത്തിയാൽ ഇതെല്ലാം വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഇവിടുത്തെ പയ്യന്മാർ കേൾക്കാത്തോണ്ടല്ലേ. ഞാനിപ്പം എന്തോ ചെയ്യാന്ന് പറയുന്നത്. ഇതിപ്പോ വൃത്തിയാക്കി എന്നെ വഴക്ക് പറയുന്ന പൂപ്പൻ എന്നെ വഴക്ക് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ ചെയ്യേണ്ട എങ്ങനെയാണെന്നറിയോ? ഇവിടെ ചെയ്യുന്നതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് വേണം എന്നെ വിളിക്കാൻ. അത് ഇവർക്ക് വിളിക്കാൻ എനിക്ക് മനസ്സിലായി. എന്നെ വിളിക്കാൻ അങ്ങനെ വേണം. അല്ല ഇവിടെ ഞാൻ എപ്പോ വിളിച്ചാലും ഞാൻ ഈ സമയത്ത് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൂവിനെ വർഷങ്ങൾക്ക് മുമ്പ് തല്ലി കൊന്നതല്ലേ? എന്നെ കൊന്ന് കോടാലിക്ക് അടിച്ചാവുന്ന കൊന്നതല്ലേ? എന്നെ കളമ്പാട്ടിട്ട് കോടാലിക്ക് അടിക്കുന്നു. എന്നിട്ട് ഇപ്പം അന്ന് പക്ഷെ നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യം ചെയ്തില്ലേ? അതൊക്കെ ചെയ്ത് പോട്ടെ. അതൊക്കെ ജനങ്ങൾക്ക് പട്ടിണി കിടന്ന സമയത്തല്ലേ കള്ളനായത്. റേഷൻ കടയെല്ലാം കുത്തിപ്പറഞ്ഞ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. എല്ലാം പാവം കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്നും വായിച്ചിട്ടില്ല. ഒന്നുമില്ല. നമുക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒരു തോർത്ത് കൊണ്ടുപോയി. തോർത്തില്ലേ? ഒരു തോർത്ത് കൊണ്ടുപോയി. എൻ്റെ അപ്പവും അത്ര കലിപ്പാട്ട് നിൽക്കുക മുണ്ടാണ് അപ്പൂപ്പൻ. ഇതൊരു കാര്യങ്ങൾ ചെയ്തിട്ടേ വിളിച്ചു വരുത്താം. ഇല്ല വിളിച്ചു വരത്തരുത്. ഇവിടെ എല്ലാം വൃത്തിയായിട്ട് കിടക്കുമല്ലോ ദൈവം. ഇത് അല്ല ഇത് പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചില്ല. അവനുണ്ടല്ലോ അവൻ നടന്നവൻ സാബു. അവൻ ഇവിടെ വന്ന് ചെയ്യണതൊക്കെ. സാബു എന്ന് പറഞ്ഞ ആളല്ലേ ഇതിപ്പം? ഇതല്ല ഇതാ മുണ്ടാനപ്പൂപ്പൻ. സാബു കാണിക്കണായിരുന്നു. പക്ഷെ അവൻ ചെയ്യണ. പക്ഷെ അവനാണ് വൃത്തിയാക്കി ഇടേണ്ടത്. അല്ല അവൻ ഇവിടെ ഇല്ലല്ലോ. അവനിവിടെ ഇല്ല. അപ്പൊ അത് മുണ്ടാനപ്പൂവിനോട് മാറിയല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്നെ ഇവിടെ വിളിക്കുമ്പോ സമയത്തുമ്പോ ഇവിടെ ഉള്ളവർ വെക്കണ്ടേ? വെക്കണം. അതിപ്പോ അറിയാതെ പോയി ക്ഷമിക്കണം. ഇപ്പൊ എന്നാ അറിയോ, നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം. ഞാനിപ്പോ വളരെ ദൂരം ഒക്കെ വരുന്നത് വന്നിരിക്കുന്ന കാര്യമല്ലേ. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ടില്ലേ? വേറൊരാൾ പറഞ്ഞില്ലേ? വേറൊരാൾ പറഞ്ഞില്ലേ? നിങ്ങളുടെ കൂടെ 3 പേരുണ്ടോ? അത് 2 പേരോ? 3 പേരുണ്ട്. 3 പേരല്ലേ? അവരുടെയും കൂടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചോദിച്ചോട്ടെ അപ്പൂവിന്റെ ഞാൻ ഒരു കാര്യം ചോദിച്ചു. എന്റെ ഭാഷ വേറെയാണ്. ചീത്ത വിളിക്കില്ല പോവാ. എന്റെ ഭാഷ വേറെയാണ്. ഭാഷ നമ്മൾ അപ്പൊ ഞാൻ പറഞ്ഞേക്കുക നമുക്ക് പറഞ്ഞു കൊടുക്കാം.
അപ്പോൾ ഈ അപ്പൂപ്പൻ ആകപ്പാടെ കലിപ്പാട്ടോ. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്താണ് വിളിച്ച് വരുത്തിയേക്കുന്നത്. എൻ്റെ സാധനങ്ങളില്ല എന്നെ വിളിച്ചു വരുന്നത്. എനിക്ക് തൻ്റെ കാര്യം കൊണ്ടല്ലോ. മദ്യം തന്നെ മദ്യം ഇച്ചിരി ഇതിനകത്ത് ഒഴിച്ചു വെച്ചേക്കുന്ന ഇച്ചിരി സാധനം ഇതൊക്കെ ഞാൻ ഇതിപ്പോൾ നരിച്ച മദ്യം കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് സ്റ്റേ ക്ലാസ്സിൽ നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന മദ്യം കൊടുക്കുകയാണ്. സാധനം തോർത്തിട്ടില്ലേ? അപ്പൂപ്പൻ ആകപ്പാടെ കലിപ്പായിട്ട് നിൽക്കുക. പയ്യൻ എന്നോട് കുറേ ദേഷ്യപ്പെട്ട്. പിന്നെ നിങ്ങൾ വിളിച്ചെടുത്ത് ആ രീതി വിളിച്ചു വരുത്തണ്ട എൻ്റെ പൊന്നു സുഹൃത്തെ. രണ്ട് ഇവിടെ എല്ലാം വൃത്തിയേടാ, എന്നെ വഴക്ക് പറയുന്നത് മുഴുവൻ ഇവിടെ വൃത്തിയേടാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുക. അപ്പം ഞാൻ ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കുമോ? എന്ത് അസുഖങ്ങളായാലും എന്തായാലും എന്ത് പ്രശ്നങ്ങളുടെ ആൾക്കാർ കൂടുതൽ വരുന്നത്? ഒരുപാട് കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇത് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശരീരത്തിലേക്ക് അറിവുകൾ വരുന്ന സമയത്ത് വരും. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് അപ്രതീക്ഷിതമായിട്ട് കാത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാവുച്ചിൻ്റെ ശരീരത്തിൽ അറിവുകൾ കയറും. അറിവുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമുക്ക് ഇന്ന സമയമൊന്നുമില്ല. ഒന്നുമില്ല. ഇപ്പം വന്നിട്ടുണ്ടോ? ഇപ്പം തന്നെ വരും. 5 മിനിറ്റ് മാറിയെന്നുള്ളൂ. വരും. ഇപ്പം നമ്മൾ ഒരാളുടെ വിഷയം നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് വരും. പിന്നെ ഇപ്പോൾ സാവുച്ചൻ അല്ല കാണുന്നത്. അല്ല, അത് കഴിയുമ്പോൾ നമ്മൾ ആ സമയം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉള്ള സമയത്ത് മാത്രമേ വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ പണി നോക്കി. വേറെ ആൾക്കാരുണ്ട് നമുക്ക് നിൽക്കാനും പറയാനും ഒക്കെ. എൻ്റെ മകൻ ഒരു പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അവൻ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് വളരെ ദൂരത്തു നിന്നാണ് വന്നേക്കുന്നത്. എത്രത്തോളം വിശ്വാസം നമ്മളൊക്കെ അത് കേട്ടില്ല. പലരും രോഗം മാറ്റും അല്ലെങ്കിൽ ഞങ്ങൾ പ്രശ്നങ്ങൾ മാറ്റുന്ന കേട്ടു. പക്ഷേ ഈ ജാമ്യം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകൂടിയാണ് നമ്മുടെ സാവുച്ചേട്ടൻ. അപ്പോൾ അത് പറഞ്ഞു നമ്മൾ ചെയ്യാൻ പോവാണ്. രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സാവുച്ചേട്ടൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നിമിഷങ്ങൾക്ക് കാത്തിരിക്കാം അല്ലേ? ഈ കേസിന് ജാമ്യം കിട്ടുമെന്ന് അറിയണം. ഇവിടുന്ന് കൊടുക്കൂല്ലെന്ന് അറിയണമെങ്കിൽ മേടപുല എൻ്റെ ആശയ്ക്ക് കണക്ക് തരണം. അതെ. അപ്പോൾ ഇനി അയാൾക്ക് ജാമ്യം കിട്ടുമോ ഇല്ലെന്നാണ് അറിയാൻ പോകുന്നത്. കിട്ടണം. എന്തായാലും ഇപ്പം എന്തായാലും കിട്ടുമോ ഇല്ലയോ? ഇല്ലെന്ന് ഇപ്പം പറയണം. ഇല്ല, ഇപ്പം ഈ ശരീരത്തിൽ ഇപ്പം അറിവിലുണ്ടോ? പറയും. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ജാമ്യം കിട്ടുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി പോകും. അത് വ്യത്യസ്തമായൊരു സംഭവം കേട്ടോ. ഞാൻ ഇതൊരു ആദ്യമായിട്ട് കാണുന്നൊരു സംഭവമാണ്. ഇങ്ങനെയുള്ളൊരു പരിഹാരക്രിയ ഉണ്ട്. ജാമ്യം കിട്ടും. ഭാഗ്യവാൻ എന്തിയാ കിട്ടുമെന്ന്, ജാമ്യം കിട്ടുമെന്ന് ഉണ്ട്. ഇവിടെ പിന്നെ ദോഷം മാറുന്നു. അവിടെ അച്ഛനും അച്ഛനൊക്കെ കള്ള് കൊടുക്കുന്നു. പല പരിപാടി ഇവിടെ നടക്കുന്നത്. അത് ആദ്യം കൊടുക്കണ്ടായിരുന്നല്ലേ? അല്ല, കള്ള് വെക്കാനായിരുന്നു. കിട്ടിയില്ല. ഏതായാലും മതി, കൊടുക്കും, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷേ ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ആറ് കൊടുത്താലും നമ്മൾ ഒരെണ്ണം അടിക്കും. അത് വേണം. എന്നിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുള്ളൂ. നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കില്ല, പച്ചക്കടിക്കും അടിക്കും കേട്ടോ. വളരെ നിസ്സാരമാട്ടോ. ഒരു മുഖത്തൊരു ചളിപ്പ് പോലും ഇല്ല കേട്ടോ. പഞ്ചാമൃതം കുടിക്കുന്ന പോലെയാണ് സാവുച്ചൻ കുടിക്കുന്നത്. കഴിക്കും. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്. നോക്കട്ടെ, അത് വെള്ളം ചേർത്ത് ഒറിജിനൽ സാധനം തന്നെയാണ്. നല്ല മണമൊക്കെ ഉണ്ട്. ഈ ഒരു സാധനം ഫുള്ളായിട്ട് ഞാൻ അവിടെ നിന്ന് അടിക്കും, വെള്ളം ഒഴിക്കാം. ആണോ? ഒരു കുഴപ്പമില്ല നിൽക്കുമ്പോൾ. അത് പക്ഷേ സാവുച്ചൻ അല്ല ചെയ്യുന്നത്, നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഞങ്ങളുടെ അപ്പൂപ്പൻ അങ്ങനെ. അപ്പൂപ്പൻ വെള്ളം ചേർക്കത്തില്ല അല്ലേ? അപ്പൂപ്പൻ വെള്ളം ചേർക്കത്തില്ല. അപ്പം നമുക്ക് പുള്ളിക്ക് ഒരു സിഗരറ്റ് കൂടെ കൊടുത്തേക്കാം. ഒരു സിഗരറ്റ് കൊടുത്തേക്കാം. പക്ഷെ വലിക്കുന്നത് സാവുച്ചൻ തന്നെ വലിക്കുന്നത് അല്ലേ? അല്ലല്ല, ഇപ്പൊ വലിക്കുന്ന സാവുച്ചനാണോ? അങ്ങനെയല്ല, ഇത് കൊടുക്കണ കഞ്ചാവാണ് ശരിക്കും കൊടുക്കും. പുള്ളി കഞ്ചാവ് കൂടിയാണ് വലിക്കണം. അപ്പം നമുക്കിപ്പോൾ കഞ്ചാവ് വിൽക്കാൻ പറ്റിയല്ലോ, സിഗരറ്റ് കൊടുക്കും അല്ലേ? അപ്പം നമ്മൾ ഒരു സിഗരറ്റ് കത്തിച്ച് അപ്പൂപ്പിന് കൊടുക്കുവാണ്. സംഭവം ഭയങ്കര സങ്കല്പമാണല്ലോ ഇവിടുത്തെ അല്ലേ? പ്രതീക്ഷിക്കാത്ത സംഭവം. അപ്പോൾ എന്നിട്ട് ഇത് ഒരു പുക എടുക്കുമോ? എടുക്കും. ഇത് നമ്മൾ എന്ത് കൊടുത്താലും അതേ കൂട്ട് നമ്മൾ എടുക്കണം. ഒന്ന് വലിച്ചോ, എന്തായാലും അപ്പൂപ്പിൻ്റെ സന്തോഷമാവട്ടെ. എടുക്കണം. എന്നാന്നറിയോ, നമ്മൾ നല്ലതായിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഒരു പുക അപ്പൂപ്പിന് കൊടുത്തിട്ടാണ് വലിക്കുന്നത്. ഇനിയിപ്പോൾ അത് കൊടുത്ത് ഇപ്പം ഞാൻ വലിച്ചെന്ന് തോന്നി, അപ്പം കഴിച്ചു, ഞാനും കഴിച്ചു. രണ്ടുപേരും ഈക്വലാ കഴിച്ചു. ഇത് ഭയങ്കര സംഭവമാണിത്. അപ്പൂപ്പനും കൊച്ചുമോനും ഭയങ്കര സ്നേഹത്തിലാണ്. വലിയ അപ്പൂപ്പനും ഒരു വലിയ കൊച്ചുമോനും. ഇത് വേറെ ഏതെങ്കിലും ശക്തി ശരീരത്തിലേക്ക് വരുമോ? അത് അറിവിൽ മാത്രമേ എടുത്തോളൂ? ഇല്ല, എനിക്ക് മുരുകൻ്റെ സേവയുണ്ട്. മുരുകനും വരും ഉണ്ട്. അതൊന്ന് കാണിച്ചു. ഒന്ന് നേരത്തെ നമ്മൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചോ. ഇനി കിട്ടണ ദിവസം പറയുവാണ്, കണ്ടോണം. കാണാൻ പോവാം. അതിന് വരയ്ക്കാൻ പോവാം. അതെന്താ ചതുരം? അങ്ങനെ മറ്റേ ഇത് കബഡിയുടെ സംഭവം തോന്നല്ലോ. 2, 3, 4, 5, 6, 7, 8. ഞാൻ പേടിച്ചു പോയല്ലത്. ഇടയ്ക്ക് ഇതൊരു സാധനം വരും അല്ലേ? ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ടേ പോകത്തുള്ളൂ. ഇതിപ്പോൾ എത്ര കിടക്കുന്നത്? ഇതെത്ര സംഖ്യ എത്ര എഴുതാം? 7. 7. 7ാം ദിവസം കിട്ടും. എന്നാ 7ാം ദിവസം കിട്ടുമെന്ന്. സന്തോഷമായോ?
ഇത്ര ദൂരം വന്നത് നഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ കൃത്യമായ ഡേറ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. 7 ദിവസം കിട്ടും. 7 ദിവസം കിട്ടും. ഇത് ചുമ്മാ പറിച്ചല്ല. അല്ല, മനസ്സിലായില്ല. ഇത് കിട്ടും. ഞാൻ ആകാശത്തേക്ക് എറിയുവാണത്. ഇത് നേരും നെറിയുകൊണ്ട് ഇപ്പം കാണിച്ചേക്കണം. ആകാശത്തേക്ക് എറിയുവാണ്. അയ്യോ, അപ്പുറത്ത് പോയല്ലേ ഇത്. മുണ്ടാനപ്പൂപ്പൻ്റെ എറി ഇച്ചിരി കൂടിപ്പോയി. മേഡം കുല്ലാൻ രാശിക്ക് കണക്കിട്ടിയാൽ ഇത് കേസുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പോരും കൊച്ചി. കേസും ഇല്ല, ഒരു കോപ്പുമില്ല. കുഴപ്പമില്ല. ഇതിനകത്ത് ജാമ്യം കിട്ടും, എല്ലാം കിട്ടും. കുഴപ്പമൊന്നുമില്ല. ഞാൻ കാര്യം നോക്കിയോടെ. നോക്കിയോ എന്ത് വെള്ളം നോക്കിയോ? അതിന് കാലിലും നേരെ വെച്ചു. അപ്പം എന്തോ സാവിച്ചേട്ടാ, എന്തോ ഒരു നിങ്ങളുടെ ഏത് കണ്ണാ മേലാത്ത? കണ്ണ് അങ്ങനെ മേലാത്തല്ല. എനിക്കിത് ഏത് കണ്ണാ പ്രശ്നം? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കണ്ണ് മാറ്റിയേക്കാം. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ പ്രശ്നം, മരവലിയുടെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാം കൃത്യമായി സാഹചര്യം കണ്ടുപിടിച്ച് ഇത് അതിനുള്ള മരുന്നാണോ? ഇവിടെ മരുന്നുണ്ട് ഇതിനുള്ള. കണ്ണിനുള്ള മരുന്ന് പിച്ചിക്കൊണ്ട് വരികയാണ് നമ്മുടെ സാവുചേട്ടൻ. സാവുചേട്ടാ, ശരിക്കും ഡോക്ടർമാരുടെ തല്ലിക്കൊല്ലും, ഞാൻ പറഞ്ഞേക്കാം. ഡോക്ടർമാരുടെ പണി കൂട്ടുന്ന പണിയെ കാണിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആശുപത്രി പോകണ്ടല്ലോ. ആശുപത്രി നിങ്ങൾക്ക് രോഗമുണ്ട് എപ്പോഴും, പക്ഷേ ഈ കണ്ണിൽ നിങ്ങൾ പോകണ്ട. അപ്പോൾ ഇനി കണ്ണിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയുള്ള എന്തോ ഒരു ഒറ്റമൂല്യം കൊണ്ട് ഇത് എന്നാ കോടലിൻ്റെ ഇലയാ, കുടവും എന്ന് പറഞ്ഞ ഇലയാ. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഞാൻ വിഷമൊന്നുമല്ല, നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഞാൻ കഴിക്കാൻ പറ്റുമോ? ചത്തുപോകത്തില്ലേ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കഴിക്കാം. സാവുചേട്ടൻ അല്ലെങ്കിൽ ഞാൻ കഴിക്കാം. എന്നിട്ട് പകുതി എനിക്ക് പകുതി നോക്കട്ടെ. ഇത് സാവുചേട്ടൻ പകുതി കൊടുത്ത് ഞാൻ പോയി തന്നെ. സമയം പോയി. അപ്പോൾ കണ്ടല്ലോ, മുണ്ടാനപ്പൂപ്പൻ്റെ വീരകൃത്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായി പോയി അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഓരോ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും. ഒന്നേ പറയാനുള്ളൂ, വേണമെങ്കിൽ വിശ്വസിക്കുക, അല്ലാത്തവർക്ക് അവിശ്വസിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എന്തായാലും ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കിഡിലൻ എപ്പിസോഡോട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും